ഐഡിയ ഫാമേഴ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രൂഡിങ്ങിൽ നമ്മൾ ലിറ്റർ വിൽക്കാറുണ്ടല്ലോ. അപ്പോൾ ലിറ്ററിന് ഇപ്പോൾ ചകിരിച്ചോറ്, അതുപോലെ തന്നെ കാപ്പിത്തൊണ്ട്, ഇതിനൊക്കെ നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ നല്ല പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പാകത്തിലുള്ള ഒരു ലിറ്ററിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചകിരിച്ചോറൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് കുറേ വേസ്റ്റും അതുപോലെ തന്നെ നനഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് വരുന്നത്. പക്ഷേ എങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ FMS നിങ്ങൾ അടുത്ത എവിടെയെങ്കിലും ഫർണിച്ചർ കട ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ ഒരു സംഭവം വാരിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന് നല്ല ഉണക്കമുണ്ടോ നോക്കണം, അത് ഈർപ്പുണ്ടോ നോക്കേണ്ടതുണ്ട്. ഈർപ്പ് ഉണ്ടാവാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് പുറത്തിട്ടുണ്ടാവും. അപ്പോൾ അത് മഴയും അതുപോലെ തന്നെ മഞ്ഞൊക്കെ കൊണ്ടിട്ട് ഈർപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈർപ്പമില്ല എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പ് വരുത്തുക. അത് ഇതെന്നല്ല, നമ്മൾ ഏത് ലിറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ ഈ ഒരു ടെർബോ ഫീഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീഡ് വേസ്റ്റ് ആവത്തില്ല. അതുപോലെ തന്നെ ആ ഒരു ഫീഡിൽ കാസ്റ്റ് പിന്നെ അത് തന്നെ കഴിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് വലിയ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടെർബോ ഫീഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒരു ലിറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം മറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണക്കിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നല്ല ഏത് ലിറ്ററും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതാകുമ്പോൾ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പശ മാതിരിയൊക്കെ ആവും. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതല്ലെങ്കിൽ നമുക്ക് കോഴി പിടിക്കുന്ന ഒരു 40 ദിവസം 45 ദിവസമൊക്കെ സുഖമായിട്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ വല്ല വയറിൾക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നൽകുക. അതുപോലെ തന്നെ ദഹനം കറക്റ്റ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റുകൾ നൽകുക. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് നമുക്ക് ഇതും നല്ല രീതിയിൽ തന്നെ ലിറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് കോഴി പിടിക്കുന്ന ആ ഒരു സമയം വരെ ഒരു 38-40 ദിവസം വരെ ഇതുപോലെ തന്നെ പൊടിയായിട്ട് നല്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേങ്കിൽ ഡെയിലി നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക, അതേപോലെ തന്നെ വെള്ളം അറിയാതെ നോക്കുക. പിന്നെ ഇത് മേടിക്കുമ്പോൾ അതായത് നമ്മൾ ചാക്കിൽ നിറക്കുമല്ലോ, ഏതെങ്കിലും കടയിൽ പോയി എടുക്കുമ്പോൾ അവിടുന്ന് അവർ മഴ നനയാതൊക്കെ സൂക്ഷിച്ചത് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ മഴ നനഞ്ഞിട്ട് ഉള്ളത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫംഗസും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നനയാത്ത നല്ല ഉണക്കമുള്ളത് മാത്രം നമ്മൾ വാരിക്കൊണ്ടുവരിക, എന്നിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ബാച്ച് വളർത്തി കഴിയുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ FMS ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ടെർബോ ഫീഡർ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കടയൊന്നുമില്ലെങ്കിൽ ഈ ഒരു അഫിലിയേറ്റിലൂടെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. മുകളിൽ നിങ്ങൾ അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കമ്പനികളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് അത് എത്രയാണോ വേണ്ടത് അത് എത്ര എണ്ണം അടിച്ചു കൊടുക്കുക, അതിന് ശേഷം അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ FMS ഇങ്ങനത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു.